പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ 50 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് ഫിനാൻഷ്യൽ ഗൈഡിൽ പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം, ഞാൻ അഭിലാഷ് ടി നായർ. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായി സംരംഭം തുടങ്ങുന്നവർക്ക് അനുയോജ്യമായ മികച്ച വായ്പാ പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ തൊഴിൽ സൃഷ്ടി പദ്ധതി അഥവാ PMEGP. ഇത്രയധികം സബ്സിഡി ആനുകൂല്യങ്ങളും സഹായവും നൽകുന്ന മറ്റൊരു പദ്ധതിയും ഇന്ന് ഇന്ത്യയിൽ ഇല്ല. 2008 മുതൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്ന പ്രധാനപ്പെട്ട വായ്പാ പദ്ധതിയാണ് ഇത്. ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തി സംരംഭങ്ങൾ കെട്ടിപ്പടുത്തവർ നിരവധിയുണ്ട്. എന്തൊക്കെയാണ് PMEGP പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ? നിർമ്മാണ സേവന സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് ഈ പദ്ധതിയിലൂടെ വായ്പ നൽകും. പക്ഷേ നിർമ്മാണ സ്ഥാപനത്തിന് 50 ലക്ഷം വരെയും സേവന സ്ഥാപനത്തിന് 20 ലക്ഷം രൂപ വരെയും മാത്രമേ പരമാവധി സബ്സിഡി ലഭിക്കൂ. പ്രത്യേക വിഭാഗങ്ങൾക്ക് ഗ്രാമപ്രദേശത്ത് 35%, പട്ടണങ്ങളിൽ 25% സബ്സിഡി. പൊതുവിഭാഗത്തിന് പഞ്ചായത്തിൽ 25%, മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്ത് 15% സബ്സിഡിയാണ് കിട്ടുക. ആരൊക്കെയാണ് പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്നവർ? സ്ത്രീകൾ, SC/ST വിഭാഗം, OBC, മതന്യൂനപക്ഷം, ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ എന്നീ പ്രത്യേക വിഭാഗക്കാർക്ക് മുൻഗണനയുണ്ട്. സബ്സിഡി തുക ലഭിച്ചാൽ 3 വർഷത്തേക്ക് ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി സൂക്ഷിച്ചുകൊണ്ട് സംരംഭത്തിന്റെ പ്രവർത്തനം വിലയിരുത്തി വായ്പാ കണക്കിലേക്ക് സബ്സിഡി തുക വരവ് വെച്ച് നൽകും. ഈ സബ്സിഡി തുകയ്ക്കും വായ്പാ തുകയ്ക്കും ഒരേ പലിശയായിരിക്കണം എന്നും വ്യവസ്ഥയുണ്ട്. ആർക്കെല്ലാമാണ് PMEGP വായ്പയ്ക്ക് അർഹത? അപേക്ഷകന് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഉയർന്ന പ്രായപരിധിയില്ല. 10 ലക്ഷത്തിന് മുകളിലെ നിർമ്മാണ സംരംഭത്തിനും 5 ലക്ഷത്തിനും മേലുള്ള സേവന സ്ഥാപനങ്ങൾക്കും 8ാം ക്ലാസ് പാസ്സായിരിക്കണം. പങ്കാളിത്ത സ്ഥാപനത്തിനും ലിമിറ്റഡ് കമ്പനികൾക്കും വായ്പ ലഭിക്കില്ല. കൃഷിഫാമുകൾ, വാഹനങ്ങൾ, പുകയില, മദ്യം, മാംസം, ടെസ്റ്റിംഗ് ലാബുകൾ, പരിശീലന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ജിംനേഷ്യം, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഒഴികെയുള്ള എല്ലാത്തരം സംരംഭ പ്രവർത്തികൾക്കും വായ്പ ലഭിക്കും. പുതിയ ഭേദഗതി പ്രകാരം പൗൾട്രി, ഫിഷ് ഫാമുകൾക്കും വായ്പ ലഭിക്കും. ട്രാൻസ്പോർട്ടേഷൻ വാഹനം, വാൻ, ഓട്ടോ, ടാക്സികൾ, വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ, പശുവിനെ വളർത്തി പാലുൽപ്പന്നം നിർമ്മിക്കുന്ന ഫാം എന്നിവയ്ക്കും വായ്പ ലഭിക്കും. എരുമ, ആട്, ഒട്ടകം, കുതിര, കഴുത എന്നിവയുടെ ഫാമുകൾക്കും കോഴി, ടർക്കി, താറാവ്, തേനീച്ച വളർത്തലിനും വായ്പ ലഭിക്കും. കച്ചവടത്തിന് വ്യവസ്ഥകളോടെ വായ്പ ലഭിക്കും. ഖാദി, PMEGP യൂണിറ്റുകളുടെ നിർമ്മാണ സേവന സ്ഥാപനങ്ങളുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ആണെങ്കിൽ പരിഗണിക്കും. PMEGP പദ്ധതിയിൽ സംവരണമുണ്ടോ? പദ്ധതി അപേക്ഷകളിൽ വനിതകൾക്ക് 30%, OBCക്ക് 27%, പട്ടികജാതി വിഭാഗത്തിന് 9.1%, പട്ടികവർഗ വിഭാഗത്തിന് 1.45%, മതന്യൂനപക്ഷങ്ങൾക്ക് 5%, ഭിന്നശേഷിക്കാർക്ക് 3% വീതം സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് പരിശീലനം ആവശ്യമുണ്ടോ? 2 ലക്ഷം രൂപ വരെ നിക്ഷേപമുള്ള സംരംഭങ്ങൾക്ക് സംരംഭകത്വ പരിശീലനം നിർബന്ധമില്ല. നിക്ഷേപം 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ 5 ദിവസവും അതിനു മുകളിൽ 10 ദിവസവും പരിശീലനം നേടിയാലേ സബ്സിഡിക്ക് അർഹത ഉണ്ടാവുകയുള്ളൂ. PMEGP വായ്പയുടെ തിരിച്ചടവ് കാലാവധി എങ്ങനെയാണ്? തിരിച്ചടവിന് 3 മുതൽ 7 വർഷം വരെ കാലാവധി ലഭിക്കും. 3 ലക്ഷം രൂപ വരെയുള്ള സ്ഥിര നിക്ഷേപത്തിന് ഒരു തൊഴിൽ നൽകണം. PMEGP വായ്പയ്ക്കുള്ള അപേക്ഷ എവിടെ സമർപ്പിക്കണം? ഓൺലൈൻ ആയി വേണം അപേക്ഷിക്കാൻ. അപേക്ഷ സമർപ്പിക്കുന്നതിനായി www.kviconline.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലാ നിർവഹണ സ്ഥാപനങ്ങൾക്കും അപേക്ഷ സ്വീകരിക്കാം. ഖാദി ബോർഡ്, ഖാദി കമ്മീഷൻ, കയർ ബോർഡ് എന്നീ ഏജൻസികൾക്കും മുനിസിപ്പൽ പ്രദേശത്തെ അപേക്ഷകൾ കൈകാര്യം ചെയ്യാം. 2008 മുതലുള്ള ഈ പദ്ധതി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, ഖാദി ബോർഡ്, കയർ ബോർഡ്, ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ എന്നിവ വഴിയാണ് നടപ്പാക്കുന്നത്. ഖാദി കമ്മീഷനാണ് നോഡൽ ഏജൻസി. വായ്പയെടുത്ത് സംരംഭം തുടങ്ങിയവർക്ക് വിപുലീകരണത്തിനും ഇപ്പോൾ വായ്പ അനുവദിക്കും. നിർമ്മാണ സംരംഭത്തിന് 1 കോടി രൂപ വരെയും സേവന സംരംഭങ്ങൾക്ക് 20 ലക്ഷം രൂപ വരെയുമാണ് 2ാം വായ്പയായി ലഭിക്കുന്നത്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.